എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു തോരനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നമ്മുടെ വീട്ടിൽ കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ ബീട്രൂട്ടും പിന്നെ കടലപ്പരിപ്പും ഉണ്ടെങ്കിൽ, ഇതേ ഒരു കറി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ. കടലപ്പരിപ്പ് എന്ന് പറയുമ്പോൾ ഹൈ പ്രോട്ടീനും ബീട്രൂട്ട് എല്ലാ വൈറ്റമിനും അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളുമാണ്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മുടെ ഊണിന് ഇത് മാത്രം മതി. വേറെ കറിയൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റാണ് ഈ തോരൻ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എരിവുകളാണ്. അതിനായിട്ട് ഒരു 200 ഗ്രാം തൂക്കമുള്ള ഒരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ചേർക്കാനായിട്ട് ഒരു മീഡിയം സൈസ് സവാളയും എടുത്തിട്ടുണ്ട്, ഒരു 5-6 എരിവിനായിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കടലപ്പരിപ്പ് നമ്മൾ 200 ഗ്രാം തന്നെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുതിർത്തായിരുന്നേ ഒന്നുകൂടെ പെട്ടെന്ന് വെന്ത് കിട്ടിയത്. ഇപ്പോൾ കുഴപ്പമില്ല, കുതിർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നന്നായിട്ട് കഴുകി ഇച്ചിരി കൂടുതൽ വെള്ളം വെക്കണമെന്നേ ഉള്ളൂ, കുതിർക്കാത്തതുകൊണ്ട് കേട്ടോ. വിസിലും 1-2 കൂടുതൽ വേണം. പിന്നെ നമ്മൾ അരമുറി തേങ്ങ പൊടിയായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. നമ്മൾ തോരന് വെളുത്തുള്ളി സാധാരണ ചേർക്കുമല്ലോ. പിന്നെ നമ്മുടെ ഈ പരിപ്പെല്ലാം കഴുകി ആവശ്യത്തിന് വെള്ളവും എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പരിപ്പിന് 2 ഇഞ്ച് പൊക്കത്തിൽ വെള്ളം നിൽക്കണം കേട്ടോ. അത് കുതിർന്ന് വെന്ത് വരണ്ടേ, അതുകൊണ്ടാണ്. കുതിർക്കാത്തതുകൊണ്ട് നമ്മൾ ഇത്രയും വെള്ളം വെക്കണം. കുതിർത്താൻ ഇത്രയും വെള്ളം വേണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂട്ടി ഇളക്കിയിട്ട് ഒരു 3-4 വിസിലടിച്ച് നമുക്ക് ഇറക്കി വെക്കാം. ഈ സമയത്ത് നമ്മുടെ ബീട്രൂട്ട് നമുക്ക് കട്ട് ചെയ്യാം. ബീട്രൂട്ട് വട്ടം കട്ട് ചെയ്തിട്ട് വീണ്ടും നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കാരണം അങ്ങനെ എടുക്കുമ്പോഴാണ് ആ കറിക്ക് നല്ല കാണാനും കഴിക്കാനും ഒക്കെ നല്ലൊരു ടേസ്റ്റ്. വേണേൽ പൊടിയായിട്ട് കൊത്തിപ്പൊടിക്കാം, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൊത്തിപ്പൊടിക്കാം. അപ്പോൾ ഇങ്ങനെ അരിയുന്നതാണ് നല്ലത്. എനിക്കിഷ്ടം അതാണ് കേട്ടോ. കാണാനും കഴിക്കാനും ഒക്കെ ഒരു ഇഷ്ടം തോന്നുമല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ നെടുകയും കുറുകയും നീളത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നെടുകയും നീളത്തിൽ കരിഞ്ഞിട്ട്. അപ്പോൾ ഇതേ രീതിയിലെല്ലാം കട്ട് ചെയ്തെടുത്തു. നമ്മളിനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വീണ്ടും ഇതിലും 1/2 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പായിട്ടുണ്ട്. ഇതും പുരട്ടി വെച്ചിട്ട് നമ്മളിതിൽ ചേർക്കാനുള്ള സവാളയും ഇതേ വലിപ്പത്തിൽ തന്നെ നെടുകയും കുറുകയും കട്ട് ചെയ്തിട്ട് ഈ ഒരു വലിപ്പത്തിൽ തന്നെ വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. അപ്പം അതും അങ്ങനെ നമ്മളിനി അരിഞ്ഞെടുക്കുക. ആ വലിപ്പത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സവാളയ്ക്കകത്ത് 1 പിഞ്ച് ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ചീനിച്ചട്ടി അടുപ്പയിൽ വെച്ച് ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുക. 2 ടീസ്പൂൺ മതി കേട്ടോ. നമ്മുടെ തേങ്ങ ചേർക്കുന്നുണ്ടല്ലോ. 1/2 ടീസ്പൂൺ കടുകും ചേർത്തു. പിന്നെ സാധാരണ നമ്മൾ കടുക് താളിക്കാനൊക്കെ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് മണമാണ്. 3-4 ചെറിയ ഉള്ളി വട്ടം കട്ട് ചെയ്തതും ചേർത്തു. പിന്നെ 2-3 വറ്റൽമുളകും ചേർത്തു. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം നമ്മുടെ സവാള ഇട്ട് കൊടുത്തൊന്ന് ഈ എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിക്കും. കാരണം മൂപ്പിക്കത്തില്ല, ജസ്റ്റ് ഒന്നുള്ള അന്നേരമാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ ഉപ്പും 1 പിഞ്ച് ഉപ്പൂടെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ചതച്ചായിരുന്നു, വെളുത്തുള്ളി ചതച്ച വെളുത്തുള്ളിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. വെളുത്തുള്ളിയും ജീരകമാണല്ലോ നമ്മുടെ തോരനുള്ള ചേരുവയെന്ന് പറയുന്നത് പ്രധാനമായിട്ടും. എന്നിട്ട് നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിനകത്തിട്ട് നമ്മുടെ ബീട്രൂട്ടും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമ്മളെല്ലാത്തിനും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്, തോരനൊന്നും അധികം ഉപ്പാവരുത് കേട്ടോ. ഇതിങ്ങനെ കൂട്ടി ഇളക്കി സവാളയും ഇതെല്ലാം കൂടെ ഈ എണ്ണയ്ക്കകത്ത് വീണ്ടും ഒന്ന് കൂട്ടി ചിക്കരുത്. എന്നിട്ട് കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട പൊടി പച്ചമുളകും അതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഹൈലൈറ്റ്. അതും ഒരു നല്ലൊരു ടേസ്റ്റി വസ്തുവാണ്. ഈ സമയത്ത് നമ്മുടെ പരിപ്പെല്ലാം നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. വെന്താ വെള്ളമെല്ലാം പറ്റി കണ്ടില്ലേ. വെന്തങ്ങ് അളിഞ്ഞു പോകരുത്, കണ്ടിങ്ങനെ ഒന്നാകാവുള്ളൂ. നമുക്ക് കടിക്കുമ്പം ഒന്ന് ചവയ്ക്കുമ്പം കടിക്കാൻ കിട്ടണം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും സവാളയെല്ലാം നമ്മുടെ എണ്ണയ്ക്കകത്ത് ആ സവാളയുടെയും ബീട്രൂട്ടിൻ്റെയും വെള്ളത്തിനകത്തും വെന്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒരു കാരണവശാലും തൊടിക്കുന്നില്ല കേട്ടോ. ഈ സമയത്ത് നമ്മുടെ തേങ്ങായ വിട്ടുകൊടുത്തൊന്ന് ഞെക്കി കൊടുക്കുക, തേങ്ങയിലെ പാലൊന്ന് ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ തേങ്ങാപ്പാലും കൂടെ കൂട്ടി ചേർന്നത് ഒന്നുകൂടെ വേവാൻ വേണ്ടി കൂട്ടി ഇളക്കിയിട്ട്
നമ്മൾ വീണ്ടും അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ പലതവണ നമ്മൾ അടച്ചും തുറന്നും ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ പാകം ചെയ്താണല്ലോ. അപ്പോൾ നമ്മളിനി അടച്ചു വെച്ച് തുറന്നു നോക്കി വീണ്ടും നമ്മുടെ പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ്. പരിപ്പ് ഇട്ട് കൊടുത്ത് നമ്മളിതെല്ലാം കൂടെ തേങ്ങയും ബീട്രൂട്ടും എല്ലാം കൂടെ കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ വീണ്ടും ഒന്ന് അടച്ചു വെക്കും. കാരണം ഇതിനകത്തെല്ലാം ഒന്ന് കൂട്ടി യോജിക്കണ്ടേ. എല്ലാം കൊണ്ടൊരു യോജിച്ച് കഴിയുമ്പോഴാണ് ആ ടേസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. തേങ്ങയൊക്കെ ഒന്ന് വെന്ത് എൻ്റെ എണ്ണയും അതിൻ്റെ പാലും ഒക്കെ ഇറങ്ങിയതിലൊക്കെ കിട്ടണം. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കുവാണ്. വളരെ ടേസ്റ്റാണ് കേട്ടോ. എന്തൊരു ടേസ്റ്റാണ്, എനിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടച്ച് വെച്ച് തുറന്ന് നോക്കി നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി കേട്ടോ. വളരെ ടേസ്റ്റി ഹെൽത്തി തോരൻ ഇവിടെ റെഡിയായി. ഒരു തവണയെങ്കിലും മക്കളെ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ കുട്ടികളൊക്കെ ആവശ്യപ്പെടും വീണ്ടും. എന്നിട്ട് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലൊരു ഹെൽത്തി തോരനാണിത് കേട്ടോ. തോരൻ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനൊരു തോരൻ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. അവർക്ക് ഇഷ്ടപ്പെടും, വീണ്ടും ആവശ്യപ്പെടും അവർ കേട്ടോ. അപ്പം എല്ലാവരും കമൻറ്റും ലൈക്കും, ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനോടൊന്ന് ഇനേബിൾ ചെയ്യണം. ഇതിൽ അമ്മയിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം കണ്ടില്ലേ, അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും നന്ദി, നമസ്കാരം.